UPSC സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കർണാടകയിലെ നാനാവടി ഗ്രാമത്തിലെ കുറുബ സമുദായത്തിൽ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പരമ്പരാഗതമായി ആട്ടിടയന്മാരാണ് ഈ സമുദായം. മഹാരാഷ്ട്രയിലെ അമേച്ചാണ് ബീരപ്പയുടെ സ്വദേശം. പിതാവ് ആട്ടിടയനാണ്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെങ്കിലും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബീരപ്പയുടെ പിതാവ് ശ്രദ്ധ ചെലുത്തിയിരുന്നു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഈ സമുദായത്തിൽപ്പെട്ട ബീരപ്പ സിദ്ധപ്പ ധോനി റാങ്ക് നേടിയെന്ന വാർത്തയറിഞ്ഞതിന് ശേഷമാണ് ഗ്രാമീണർ ആഘോഷം തുടങ്ങിയത്. 551 ബീരപ്പയുടെ റാങ്ക്. അവധിക്കാലമായതിനാൽ നാനാവടിയിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ബീരപ്പ ഫലമറിഞ്ഞത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നിവയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ വഴിയാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എല്ലാ വർഷവും ഈ പരീക്ഷ എഴുതാറുള്ളത്. ചുരുക്കം ആളുകൾ ലിസ്റ്റിൽ ഇടം പിടിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബിടെക് ബിരുദധാരിയാണ് ബീരപ്പ. ബീരപ്പയുടെ മൂത്ത സഹോദരൻ ഇന്ത്യൻ ആർമിയിലാണ്. സഹോദരനെ പോലെ സൈനികനാകാനായിരുന്നു ബീരപ്പയുടെയും ആഗ്രഹം. എന്നാൽ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതിൽ നിരാശനായ ബീരപ്പ കുറച്ചുകാലം പോസ്റ്റ് ഓഫീസിൽ ജോലി നോക്കി. കുറച്ചു കാലത്തിനു ശേഷം അതുപേക്ഷിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി പരിശീലനം തുടങ്ങി. ആദ്യ 3 തവണയും പരാജയപ്പെടാനായിരുന്നു വിധി. എന്നാൽ 4ാം തവണ സുവർണാവസരം പോലെ ലിസ്റ്റിൽ ഇടം പിടിച്ചു. പരിശ്രമം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും നേടിയെടുത്ത വിജയം. IPS ഓഫീസറാകാനാണ് ബീരപ്പക്ക് താൽപ്പര്യം. നിലവിലെ റാങ്ക് വെച്ച് സംവരണമുള്ളതിനാൽ IPS കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബീരപ്പ. മകന്റെ നേട്ടത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സിദ്ധപ്പ ധോനി പ്രതികരിച്ചു. ബീരപ്പ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാകുമെന്ന് പലരും പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. അവന് ഇഷ്ടം സൈനിക ഓഫീസറാകാനായിരുന്നു. രണ്ടും സേവനമാണല്ലോ, സിദ്ധപ്പ പറഞ്ഞു. തങ്ങളെപ്പോലുള്ള പാവങ്ങളെ സഹായിക്കുന്ന മികച്ച ഉദ്യോഗസ്ഥനായിരിക്കട്ടെ ബീരപ്പയെന്ന് ബന്ധുക്കൾ ആശീർവദിച്ചു. സമുദായത്തിലെ വരും തലമുറക്ക് ബീരപ്പ പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.